കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏത് കായ്ക്കാത്ത പ്ലാവിലും ചക്ക ഉണ്ടാവാനായിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ തയ്യാറാക്കുന്ന ഒരു ജൈവ വളത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ചക്കയുടെ മാധുര്യം ഇഷ്ടപ്പെടാത്ത മലയാളി കുറവായിരിക്കും. ചക്കപ്പഴം നമ്മുടെ നാവിനെ മധുരതരമാക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പോഷകഘടകങ്ങളും ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ കുറക്കുവാനും പ്രമേഹ നിയന്ത്രണത്തിനും അതുപോലെ തന്നെ ശരീരഭാരം കുറക്കുവാനും ചക്കപ്പഴം നല്ലത് തന്നെയാണ്. എന്നാൽ ഒരു പ്ലാവിൻ തൈ നട്ടു കഴിഞ്ഞാൽ കാര്യമായ പരിചരണമോ വളം ഇട്ട് കൊടുക്കലോ ഒന്നും നാം ചെയ്യാറേയില്ല. എന്നാൽ പ്ലാവിൽ നിന്നും കൂടുതൽ ഫലങ്ങൾ ലഭിക്കാനും അതിൻ്റെ വളർച്ച നല്ല രീതിയിൽ നടക്കുവാനും NPK വളങ്ങളാണ് മികച്ചത്. എന്താണ് NPK വളങ്ങൾ എന്ന് പറയുന്നത് നോക്കാം. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇതാണ് NPK വളങ്ങൾ. ഈ ഒരു NPK വളങ്ങൾ പൈസ ചിലവില്ലാതെ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. അതിന് പ്രധാനമായും വേണ്ടത് നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യങ്ങളാണ്. ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായി ആവശ്യമുള്ളതാണ് നൈട്രജൻ. നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ വളമാണ് ചാണകം. അതുപോലെ നല്ല പോലെ കായ്ഫലം ലഭിക്കാനായി വേണ്ടത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ളത് നാം വേസ്റ്റാക്കി കളയുന്ന പഴത്തൊലിയിലാണ്. പിന്നെ ഫോസ്ഫറസ്, ചെടികളുടെ വേരുകൾ കരുത്തോടെ വളരാൻ ഫോസ്ഫറസ് ആണ് ഉപയോഗിക്കാറ്. എല്ലുപൊടിയോ മുട്ടത്തോടോ ഫോസ്ഫറസ് ലഭ്യമാകാൻ നമുക്ക് ഈ വളക്കൂട്ടിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം സമ്പൂർണ്ണമായി അടങ്ങിയ വളമാണ് കടലപ്പിണ്ണാക്ക്. കടലപ്പിണ്ണാക്ക് ഉപയോഗിക്കുമ്പോൾ പുളിപ്പിച്ചത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. ഇനി ഒരു വളക്കൂട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. പുറത്ത് ശക്തമായ മഴ പെയ്യുന്ന കാരണം എനിക്ക് വളമുണ്ടാക്കി കാണിക്കുന്നതും അതുപോലെ ഒഴിച്ചു കൊടുക്കുന്നതൊന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുന്ന വിധത്തിൽ ഞാനിവിടെ പറയാൻ ശ്രമിക്കാം. 1 ലിറ്റർ വെള്ളത്തിലേക്കുള്ള അനുപാതമാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം തന്നെ 1 ലിറ്റർ പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുക്കണം. അതിലേക്ക് 250 ഗ്രാം കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് 2 ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് 4 സ്പൂൺ ചായപ്പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച ശേഷം കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറഞ്ഞത് 5 പഴത്തൊലിയെങ്കിലും അരിഞ്ഞ് മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കി ഈ മിശ്രിതത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. കുറച്ചൊന്നും നമ്മൾ മെനക്കെടണം. ചിലപ്പോൾ തോന്നും ഇതിലും നല്ലത് NPK വളം നേരിട്ട് വാങ്ങിച്ചാൽ പോരെയെന്ന്. മടിയന്മാർക്ക് പറ്റിയ പണിയല്ല കേട്ടോ, അതായത് തന്നെ പറയാം. അപ്പോൾ നമ്മൾ പഴത്തൊലി അടിച്ചേർത്തു. ഇനി ചെയ്യേണ്ടത് ഒരു 4-5 മുട്ടത്തോട് പൊടിച്ചത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 100 ഗ്രാം എല്ലുപൊടി കൂടി ചേർത്ത് മിശ്രിതം നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് പ്ലാവിന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്ലാവിൻ ചുവട്ടിൽ നിന്നും 1 മീറ്റർ അകലെയായി 1/2 അടി താഴ്ചയിൽ ചുറ്റിനും ചാല് കീറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് മേൽമണ്ണിട്ട് മൂടി കൊടുക്കണം. ഈ ഒരു പ്രയോഗം ഡിസംബർ ആദ്യ വാരം തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഒരു പ്ലാവ് നട്ടു കഴിഞ്ഞാൽ ഫലങ്ങൾ കിട്ടാൻ താമസം എടുക്കുമെന്നത് മാത്രമല്ല, അതിൽ ചക്ക ഉണ്ടാവുന്നത് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റാത്ത വിധം ഉയരത്തിലുമായിരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ചക്കകൾ നമ്മുടെ കൈ എത്തും ദൂരത്തു നിന്നും പൊട്ടിച്ചെടുക്കാനായി പഴമക്കാരൊക്കെ ശീലിച്ചു പോന്ന ഒരു ചെറിയ പൊടിക്കൈയുണ്ട്. അതുകൂടി ഞാനിവിടെ പറയാം. ആദ്യം ചെയ്യേണ്ടത് ചക്കയില്ലാത്ത സീസണിൽ ഉയരത്തിലേക്ക് പോയ കൊമ്പുകളൊക്കെ ഒന്ന് കോതി കൊടുക്കുക എന്നതാണ്. അതിനുശേഷം ചെയ്യേണ്ടത് കുറച്ച് പച്ച ചാണകം എടുത്ത് ഒരു തുണിയിൽ കെട്ടി നിങ്ങളുടെ കൈ എത്തുന്ന ദൂരം എവിടെയാണോ ആ ഭാഗത്ത് ഈ ചാണകം നിറച്ച കിഴി പ്ലാവിന് ചുറ്റിലുമായി വരിഞ്ഞു കെട്ടണം. മഴയത്ത് ഒലിച്ചു പോവാത്ത വിധം വേണം പ്ലാവിൽ നന്നായി വരിഞ്ഞു കെട്ടാനായിട്ട്. നാട്ടിൻ പുറങ്ങളിലൊക്കെ ഇപ്പോഴും നമ്മുടെ പഴമക്കാരൊക്കെ ഈ ഒരു പൊടിക്കൈ ചെയ്യാറുണ്ട്. അതിന് ഫലം അവർക്ക് കിട്ടുന്നുമുണ്ട്. ഡിസംബർ ആദ്യ വാരത്തിലാണ് അവരത് ചെയ്യാറ്. പ്ലാവിൽ കൂടുതൽ ഫലം ലഭിക്കുവാനും കൈ എത്തും ദൂരത്തുനിന്ന് ചക്ക ലഭ്യമാക്കുവാനും ഈ പ്രയോഗം ഇപ്പോഴും അവർ ചെയ്തു പോരുന്നുണ്ട്. അപ്പോൾ അല്പം ഒന്നും ബുദ്ധിമുട്ടിയാലും ഇതുപോലെ നിങ്ങളും ഒന്ന് ശ്രമിച്ചാൽ ഏത് കായ്ക്കാതെ നിൽക്കുന്ന പ്ലാവിൽ നിന്നും കൈ എത്തുന്ന ദൂരത്ത് നമുക്ക് നിറയെ ഫലം ലഭിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.